നമസ്കാരം. ഏവർക്കും പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 3. അങ്ങനെ ഇന്ന് മുതൽ നമ്മൾ ഈ പുതിയ കലണ്ടർ മാസത്തിലേക്ക് എൻ്റർ ആവുകയാണ്. ഈ വീക്കെൻഡില് ജൂലൈയിലെ ഓട്ടോ സെയിൽസ് ഡാറ്റ പുറത്തു വന്നിട്ടുണ്ട്. അവയുടെ വിശദാംശങ്ങൾ നമുക്ക് സ്റ്റോക്കിംഗ് ന്യൂസിനോടുകൂടി തന്നെ വിശദമായി പരിശോധിക്കുകയും ചെയ്യാം. കൂടാതെ ഇന്നലെ കണ്ട പോലെ തന്നെ ജൂലൈ മാസത്തെ ഇന്ത്യയിൽ നിന്നും കളക്ട് ചെയ്യപ്പെട്ട 2.11 ലക്ഷം കോടി രൂപയുടെ GST കളക്ഷൻ റിപ്പോർട്ടും വന്നിട്ടുണ്ട്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപന പ്രകാരം ഇന്ന് തിങ്കളാഴ്ചയോടുകൂടി കഴിഞ്ഞ വീക്കെൻഡിൽ മാറ്റിവെക്കപ്പെട്ട ഇറാൻ സ്ട്രൈക്കിനെ തുടർന്ന് സമാധാന ചർച്ചകൾ പുനരാരംഭിക്കുമെന്നുള്ള റിപ്പോർട്ട്സ് ആണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നത്. എന്നാൽ ഇറാന്റെ ഭാഗത്ത് നിന്നും ഇന്നലെ ട്രംപ് അവകാശപ്പെട്ട, അതായത് അതിശക്തമായിട്ടുള്ള ആക്രമണം യുഎസിന്റെ ഭാഗത്ത് നിന്നും നടത്തുന്നത് തടയാൻ ഇറാൻ അഭ്യർത്ഥിച്ചു എന്നുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദത്തെ ഇറാൻ ഒഫീഷ്യലി തന്നെ തള്ളിയിട്ടുമുണ്ട്. കൂടാതെ ഹോർമുസ് കടലിടുക്ക് വീണ്ടും റീഓപ്പൺ ആക്കുമെന്ന് ഇറാൻ വാഗ്ദാനം ചെയ്തതായിട്ടുള്ള ട്രംപിന്റെ പ്രഖ്യാപനത്തെയും ഇറാൻ തള്ളുകയും ചെയ്തിട്ടുണ്ട്. അതായത് യുഎസിന്റെ ബ്ലോക്കേഡ് മാറി പ്രശ്നങ്ങൾ പരിപൂർണമായിട്ട് മാറുന്നതുവരെ ഹോർമുസ് അടഞ്ഞു തന്നെ കിടക്കുമെന്നുള്ള കൂട്ടിച്ചേർക്കലുകളും ഇറാന്റെ ഭാഗത്ത് നിന്ന് വന്നു. എന്നാൽ നിലവിലുള്ള കപ്പൽ പാതയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഹോർമുസ് കടലിടുക്ക് വഴി പുതിയൊരു സമുദ്രപാത സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒമാനുമായി കരാറിലെത്തുന്നതിന് തൊട്ടടുത്തേക്ക് തങ്ങൾ എത്തിയതായിട്ട് ഇറാൻ ഇന്നലെ ഞായറാഴ്ച അറിയിച്ചിട്ടുമുണ്ട്. എങ്കിലും കഴിഞ്ഞ ദിവസം US പ്രസിഡന്റിന്റെ ഭാഗത്ത് നിന്നും വന്ന പ്രഖ്യാപന പ്രകാരം ഇറാനിൽ ശക്തമായ ആക്രമണം നടത്തുമെന്നുള്ളതായിരുന്നതിനാൽ അത് ഇന്നലെ മാറ്റിവെച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം വന്നതിന്റെ പ്രതിഫലനം ഇന്ന് ഗ്ലോബൽ മാർക്കറ്റിൽ അനുഭവപ്പെടുന്നുമുണ്ട്. എണ്ണയുടെ ഒക്കെ വിലയിൽ അതിശക്തമായ ഇടിവിലേക്കും നയിച്ചിട്ടുണ്ട്. ഇന്ന് മാർക്കറ്റിൽ വ്യാപാരം പുനരാരംഭിച്ചപ്പോൾ അവയെക്കുറിച്ചൊക്കെ വിശദമായി തന്നെ ഗ്ലോബൽ മാർക്കറ്റ് പരിശോധിക്കുന്ന ഘട്ടത്തിൽ വിശദമായി തന്നെ പരിശോധിക്കുകയും ചെയ്യാം. മാർക്കറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ SBI ഫണ്ട് മാനേജ്മെന്റ്, DLF, എസ്കോർട്സ് കുബൂത്ത, വൺ മൊബിക്വിക് സിസ്റ്റംസ്, കമ്പ്യൂട്ടർ ഏജ് മാനേജ്മെന്റ് സർവീസസ്, ഡോംസ് ഇൻഡസ്ട്രീസ്, ഡോക്ടർ അഗർവാൾസ് ഐ ഹോസ്പിറ്റൽ, ഗ്രേറ്റ് ഈസ്റ്റേൺ ഷിപ്പിംഗ് കമ്പനി, ജിന്ദാൽ സ്റ്റെയിൻലെസ്, കൽപാത്രോ, കൻസൈൽ നെറോലാക് പെയിന്റ്സ്, KEI ഇൻഡസ്ട്രീസ്, കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, നസാറ ടെക്നോളജീസ്, ടെക്സ്മാക്കോ റെയിൽ, ടോറന്റ് പവർ, UPL തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് അവയുടെ Q1 ഏർണിംഗ്സുകൾ പ്രസിദ്ധീകരിക്കും. ഇനി ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെയും എക്സ്പെർട്ടുകളുടെയും അഭിപ്രായങ്ങൾ പ്രകാരം ഇന്ന് നിഫ്റ്റിക്ക് അതിന്റെ 200-day EMAയ്ക്ക് മുകളിലായിട്ട് നിലനിന്നുകൊണ്ട് മുൻപോട്ടൊരു പ്രയാണം സാധ്യമാവുകയാണെങ്കിൽ, അതായത് ജൂലൈ 6 ശേഷമാണ് നിഫ്റ്റി വെള്ളിയാഴ്ചയുണ്ടായ നേട്ടത്തെ തുടർന്ന് അതിന്റെ 200-day EMA തിരിച്ചു പിടിച്ചതും 24,370 എന്ന ലെവലിലായിട്ടാണ് നിഫ്റ്റിയുടെ ലോങ് ടൈം മൂവിംഗ് ആവറേജ് ആയ 200-day EMA നിലനിൽക്കുന്നതും. ആയതിനാൽ തന്നെ ഇന്ന് ഈ ലെവലിന് മുകളിലായിട്ട് നിലനിൽക്കുവാൻ സാധിക്കുകയാണെങ്കിൽ തുടർന്ന് 24,500 എന്ന സൈക്കോളജിക്കൽ ലെവലിലേക്കും അത് കഴിഞ്ഞ് ഈ അടുത്ത കാലത്തെ സ്വിംഗ് ഹൈ ആയിട്ടുള്ള 24,600 എന്ന ലെവലിലേക്കും ഉള്ള നിഫ്റ്റിയുടെ പ്രയാണം തള്ളിക്കളയാനാവുകയുമില്ല. എന്നാൽ അതേസമയം 24,100 എന്ന ലെവൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ആണെങ്കിലും 24,000 എന്ന ലെവൽ സൈക്കോളജിക്കൽ മാത്രമല്ല ക്രൂഷ്യലുമാണ്. ആയതിനാൽ തന്നെ 24,000 എന്ന ലെവൽ നിഫ്റ്റിക്ക് ഇന്ന് ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ സെല്ലിംഗ് പ്രഷറും വർദ്ധിച്ചേക്കാം. എന്നാൽ അപ്പർ സൈഡിലേക്ക് 24,600 എന്ന ലെവലും അതിശക്തമായി മറികടന്നുകൊണ്ട് മുന്നോട്ടൊരു പ്രയാണം സാധ്യമാവുകയാണെങ്കിൽ തുടർന്ന് 24,800 എന്ന ലെവലിലേക്കുള്ള നിഫ്റ്റിയുടെ പ്രയാണം തള്ളിക്കളയാനാവുകയുമില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പെർട്ടുകളുടെയും അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പേർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയും ചെയ്തത്. ഇന്ന് ഇന്ത്യയിൽ 2 ദിവസം നീണ്ടു നിൽക്കുന്ന RBI ഗവർണറുടെ നേതൃത്വത്തിലുള്ള മോണിറ്ററി പോളിസി ആരംഭിക്കും. മറ്റന്നാൾ ബുധനാഴ്ചയായിരിക്കും RBI മോണിറ്ററി പോളിസിയുടെ ഔട്ട്കം ആയിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ വരികയും ചെയ്യുക. ഇന്ന് ഇന്ത്യയിൽ നിന്നും രാവിലെ 10:30 ജൂലൈ മാസത്തെ HSBC മാനുഫാക്ചറിംഗ് PMI ഫൈനൽ ഡേറ്റയുടെ റിലീസ് നടക്കാനുണ്ട്. പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റിൽ വൈകുന്നേരം നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം ഇന്ത്യൻ സമയം 7:30 യുഎസിൽ നിന്നും ജൂലൈ മാസത്തെ ISM മാനുഫാക്ചറിംഗ് PMI ഡേറ്റയുടെ റിലീസും നടക്കാനിരിക്കുന്നു. അങ്ങനെ കഴിഞ്ഞ ആഴ്ചയിലെ തുടർച്ചയായ 5 ട്രേഡിംഗ് സെഷനുകളിലും ഇന്ത്യൻ മാർക്കറ്റിന് നേട്ടം തുടരുവാനായെന്ന് മാത്രമല്ല, നിഫ്റ്റി ഉൾപ്പെടെ ലീഡിംഗ് ഇൻഡസ്ട്രീസുകൾക്ക് ഏകദേശം 3% നേട്ടവും കൈവരിക്കുവാനായി. മാത്രമല്ല വെള്ളിയാഴ്ചയും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ നേരിയ തുകയ്ക്കാണെങ്കിൽ കൂടിയിട്ടും തുടർച്ചയായ 4ാമത്തെ ട്രേഡിംഗ് സെഷനിലും അവർ ബയേഴ്സ് ആയിരുന്നു. 277.48 കോടി രൂപയ്ക്ക് അവർ ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ ബൈ നടത്തിയപ്പോൾ ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 2,260.37 കോടി രൂപയ്ക്ക് ഒരു ദിവസത്തെ സെല്ലിംഗിന് ശേഷം വീണ്ടും അതിശക്തമായി തന്നെ തിരിച്ചു വരുന്ന
കാഴ്ചയാണ് കാണുവാനായിട്ടും സാധിക്കുക. ADR സ്റ്റോക്സിലേക്ക് വരുമ്പോൾ ഏതായാലും വെള്ളിയാഴ്ച ഇന്ത്യൻ IT മേഖലയ്ക്ക് US മാർക്കറ്റിൽ നേട്ടത്തോടുകൂടി തന്നെ ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനായി ഇൻഫോസിസിന് 0.67%, വിപ്രോയ്ക്ക് 1.5%-ലേറെയും നേട്ടത്തോടുകൂടി തന്നെ ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനായപ്പോൾ ഡോക്ടർ റെഡ്ഡീസിന് നേരിയ നേട്ടവും കൈവരിക്കുവാനായി. അതേസമയം ആക്സിസ് ബാങ്കിന് 1%-അടുത്തും, HDFC ബാങ്കിന് 0.87%-യും ICICI ബാങ്കിന് 0.89%-യും നഷ്ടത്തോടുകൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം US മാർക്കറ്റുകൾക്ക് അവയ്ക്ക് കൈവരിക്കുവാൻ സാധിച്ച വ്യാഴാഴ്ച ശക്തമായ നേട്ടം തുടരുന്ന കാഴ്ച തന്നെയാണ് കാണുവാനായിട്ടും സാധിക്കുക. കാരണം വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും US-ലെ ട്രഷറി ബോണ്ട് ഈടുകൾ ഉയർച്ച രേഖപ്പെടുത്തിയെങ്കിലും വെള്ളിയാഴ്ചയോടുകൂടി റിലീസ് ചെയ്യപ്പെട്ട ആമസോണിന്റെ കോർപ്പറേറ്റ് ഏർണിംഗ്സ് മാർക്കറ്റിനെ വീണ്ടും ശക്തിപ്പെടുത്തുവാനും സഹായിച്ചു. തൽഫലമായി S&P 500-ന് 0.25%-ന്റെയും നാസ്ഡാക്കിന് 1%-ന്റെയും നേട്ടത്തോടുകൂടി തന്നെ ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനുമായിരുന്നു. കൂടാതെ ഇന്ന് വ്യാപാരം പുനരാരംഭിച്ച US-ലെ ഡോ ജോൺസ് ഫ്യൂച്ചറും 0.38%-ന്റെ അഥവാ 201 പോയിന്റുകളുടെ നേട്ടത്തിലാണ് വ്യാപാരം ആരംഭിച്ചിട്ടുള്ളതും. യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK മാർക്കറ്റിന് 0.5%-ന്റെ നഷ്ടത്തോടുകൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ ഫ്രാൻസ് മാർക്കറ്റിന് 0.5%-ന്റെ നേട്ടത്തോടുകൂടിയും ജർമ്മൻ മാർക്കറ്റിന് ഫ്ലാറ്റ് ആയിട്ട് പോസിറ്റീവ് സെന്റിമെന്റ്സോടുകൂടിയും ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനുമായി. നിലവിലെ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഇൻഡിക്കേഷൻ പ്രകാരം ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുവാനായിട്ട് സാധിക്കുക. ഏഷ്യൻ മാർക്കറ്റ്സിൽ ജപ്പാൻ മാർക്കറ്റ് ഇന്ന് 2%-അടുത്ത് അഥവാ 1222 പോയിന്റുകളുടെ നഷ്ടത്തോടു കൂടിയിട്ടാണ് ട്രേഡിംഗ് ആരംഭിച്ചിട്ടുള്ളത്. കൊമോഡിറ്റിയില് വീഡിയോയുടെ ആദ്യം നമ്മൾ കണ്ട പോലെ തന്നെ ബ്രന്റ് ക്രൂഡിന്റെ വിലയിൽ 5%-അടുത്തും ക്രൂഡ് ഓയിലിന്റെ വിലയിൽ 5%-ലേറെയും ഇടിവാണ് അനുഭവപ്പെടുന്നതും. ബ്രന്റ് ക്രൂഡിന്റെ വിലയിൽ $4.27 ഇടിവോടുകൂടി $83.68 ആയിട്ടും ക്രൂഡ് ഓയിലിന്റെ വിലയിൽ $4.21 ഇടിവോടുകൂടി $80.46 per ബാരൽ നിലയിലേക്കും വില എത്തിച്ചേർന്നു. അതേസമയം ഗോൾഡിന്റെ വിലയിൽ 0.5%-ന്റെ അഥവാ $21 ഉയർച്ചയാണ് അനുഭവപ്പെടുന്നതും $463.88 per ഔൺസ് എന്ന നിലയിലായിട്ടാണ് ഗോൾഡിൽ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നതും. ഇനി നമുക്ക് നിഫ്റ്റിയുടെ ടെക്നിക്കൽസുകൾ പരിശോധിക്കാം. വെള്ളിയാഴ്ചയെ തുടർന്ന ശക്തമായ നേട്ടത്തിന്റെ ഫലമായിട്ട് PCR 1.49 എന്ന നിലയിലേക്ക് അൾട്രാ ബുള്ളിഷ് ആയിട്ട് മാറിയപ്പോൾ മാക്സ് പെയിൻ 24,250 എന്ന ലെവലിൽ നിന്നും 24,350 എന്ന ലെവലിലേക്കും ഉയർന്നു. മുൻപ് നമ്മൾ കണ്ട പോലെ തന്നെ ജൂലൈ 6-ന് ശേഷം വെള്ളിയാഴ്ച ഉണ്ടായ നേട്ടത്തിന്റെ ഫലമായിട്ട് നിഫ്റ്റിക്ക് അതിന്റെ 200-ഡേ EMA തിരിച്ചു പിടിക്കുവാൻ സാധിച്ചതിനെ തുടർന്ന് നിലവിൽ നിഫ്റ്റി അതിന്റെ എല്ലാ കീ മൂവിംഗ് ആവറേജുകളുടെ മുകളിലായിട്ടുമാണ് വെള്ളിയാഴ്ച വ്യാപാരം അവസാനിപ്പിച്ച് നിലകൊള്ളുന്നതും. കൂടാതെ RSI-ലും ഉയർച്ച രേഖപ്പെടുത്തിയതിനെ തുടർന്ന് 59.21 എന്ന നിലയിലേക്കും എത്തിച്ചേർന്നു. വീക്കിലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 24,600 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കോൾ സൈഡിലേക്ക് കാണുവാനായിട്ട് സാധിക്കുക. അതേസമയം 24,400 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗും നിലവിൽ കാണുക. പുട്ട് സൈഡിലേക്ക് 24,000 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 24,400 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് നിലവിൽ കാണുന്നതും. ഇനി സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കുന്നതിന് മുൻപേ നമുക്ക് ജൂലൈ മാസത്തെ ഓട്ടോ സെയിൽസ് ഡാറ്റകൾ പരിശോധിക്കാം. അതായത് ജൂലൈ 2026 ഇയർ ഓൺ ഇയർ ബേസിസിലാണ് മാരുതി സുസുക്കി ടോട്ടൽ സെയിൽസിൽ 33.4%-ന്റെയും ഡൊമസ്റ്റിക് സെയിൽസിൽ 42%-ന്റെയും എക്സ്പോർട്സിൽ 5.3%-ന്റെയും വർധനവ് രേഖപ്പെടുത്തി. ഹ്യുണ്ടായി മോട്ടോർ ഇന്ത്യ ടോട്ടൽ സെയിൽസിൽ 25.4%-ന്റെയും ഡൊമസ്റ്റിക് സെയിൽസിൽ 23.3%-ന്റെയും എക്സ്പോർട്സിൽ 31.4%-ന്റെയും വർധനവും രേഖപ്പെടുത്തി. ഹീറോ മോട്ടോ കോർപ്പ് ടോട്ടൽ സെയിൽസിൽ 19%-ന്റെയും ഡൊമസ്റ്റിക് സെയിൽസിൽ 21.6%-ന്റെയും വർധനവ് രേഖപ്പെടുത്തിയപ്പോൾ എക്സ്പോർട്സിൽ 14%-ന്റെ ഇടിവും രേഖപ്പെടുത്തി. ടാറ്റ മോട്ടോഴ്സ് പാസഞ്ചർ വെഹിക്കിൾസ് ടോട്ടൽ സെയിൽസിൽ 59%-ന്റെയും ഡൊമസ്റ്റിക് സെയിൽസിൽ 58%-ന്റെയും വർധനവ് രേഖപ്പെടുത്തി. ടാറ്റ മോട്ടോഴ്സ് കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് ടോട്ടൽ സെയിൽസിൽ 37%-ന്റെയും ഡൊമസ്റ്റിക് സെയിൽസിൽ 28%-ന്റെയും എക്സ്പോർട്സിൽ 128%-ന്റെയും വർധനവ് രേഖപ്പെടുത്തി. ഐഷ മോട്ടോഴ്സ് ടോട്ടൽ സെയിൽസിൽ 15.8%-ന്റെയും ഡൊമസ്റ്റിക് സെയിൽസിൽ 18.2%-ന്റെയും വർധനവ് രേഖപ്പെടുത്തിയപ്പോൾ എക്സ്പോർട്സിൽ 10%-ന്റെ വർധനവും
രേഖപ്പെടുത്തി. M&M ടോട്ടൽ സെയിൽസിൽ 26%, ഡൊമസ്റ്റിക് സെയിൽസിൽ 20% വർധനവ് രേഖപ്പെടുത്തി. SML മഹീന്ദ്ര ടോട്ടൽ സെയിൽസിൽ 12%, പാസഞ്ചർ ട്രാൻസ്പോർട്ട് സെയിൽസിൽ 21%, കാർഗോ വെഹിക്കിൾസിന്റെ സെയിൽസിൽ 7% വർധനവ് രേഖപ്പെടുത്തി. അതുൽ ഓട്ടോ ടോട്ടൽ സെയിൽസിൽ 39.9%, ഡൊമസ്റ്റിക് സെയിൽസിൽ 28.6% വർധനവ് രേഖപ്പെടുത്തി. എസ്കോർട്സ് കുബൂത്ത ടോട്ടൽ സെയിൽസിൽ 22%, ഡൊമസ്റ്റിക് സെയിൽസിൽ 23.7%, എക്സ്പോർട്സിൽ 1.3% വർധനവും റിപ്പോർട്ട് ചെയ്തു. ഓട്ടോ സെയിൽസ് ഡാറ്റ ഈ വീക്കെൻഡിൽ വന്നതുകൊണ്ട് തന്നെ ഇന്ന് ഇന്ത്യൻ ഓട്ടോ മേഖല ശ്രദ്ധ ആകർഷിച്ചേക്കാം. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. മാരുതി സുസുക്കി ഇന്ത്യ പറയാൻ പോകുന്ന റിസൾട്ടുകളൊക്കെ Q1 ഇയർ ഓൺ ഇയർ ബേസിസിലാണ്. സ്റ്റാൻഡലോൺ റിസൾട്ടില് പ്രോഫിറ്റിൽ 10.8% ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവില് 35.9% വർധനവും രേഖപ്പെടുത്തി. ITC സ്റ്റാൻഡലോൺ റിസൾട്ടില് പ്രോഫിറ്റില് 27.1% ഇടിവും റവന്യൂവില് 14.4% ഇടിവും രേഖപ്പെടുത്തി. നാൽക്കോ കൺസോളിഡേറ്റഡ് ഇയർ ഓൺ ഇയർ ബേസിസില് പ്രോഫിറ്റിൽ 90.9%, റവന്യൂവില് 39.3% വർധനവും രേഖപ്പെടുത്തി. IOC സ്റ്റാൻഡലോൺ ഇയർ ഓൺ ഇയർ ബേസിസില് കഴിഞ്ഞ വർഷം ഇതേ ക്വാർട്ടറിൽ 5688.6 കോടി രൂപ പ്രോഫിറ്റിൽ നിന്നും ഇത്തവണ 2661.3 കോടി രൂപയുടെ ലോസ് ആണ് റിപ്പോർട്ട് ചെയ്തത്. അതേസമയം റവന്യൂവില് 36% വർധനവും രേഖപ്പെടുത്തി. ഗ്ലെൻമാർക്ക് ഫാർമ കൺസോളിഡേറ്റഡ് ഇയർ ഓൺ ഇയർ ബേസിസില് കമ്പനിയുടെ പ്രോഫിറ്റില് 10 മടങ്ങിന്റെ വർധനവ് രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവില് 23.1% വർധനവും റിപ്പോർട്ട് ചെയ്തു. കോൺകോർഡ് ബയോടെക് കൺസോളിഡേറ്റഡ് ഇയർ ഓൺ ഇയർ ബേസിസില് പ്രോഫിറ്റില് 32.8%, റവന്യൂവില് 26.2% വർധനവും റിപ്പോർട്ട് ചെയ്തു. ഓർബൻ കമ്പനി കഴിഞ്ഞ വർഷം ഇതേ ക്വാർട്ടറിൽ 6.94 കോടി രൂപ പ്രോഫിറ്റിൽ നിന്നും ഇത്തവണ 92.12 കോടി രൂപയുടെ ലോസ് ആണ് റിപ്പോർട്ട് ചെയ്തത്. അതേസമയം റവന്യൂവില് 43.9% വർധനവും രേഖപ്പെടുത്തി. പെർസിസ്റ്റന്റ് സിസ്റ്റംസ് കൺസോളിഡേറ്റഡ് ഇയർ ഓൺ ഇയർ ബേസിസില് പ്രോഫിറ്റിൽ 13.7%, റവന്യൂവില് 29.1% വർധനവ് റിപ്പോർട്ട് ചെയ്തു. സ്റ്റെർലൈറ്റ് ടെക്നോളജീസ് 960 കോടി രൂപയുടെ മൾട്ടി ഇയർ സപ്ലൈ കരാർ കമ്പനിക്ക് ലഭിച്ചു. അഫ്കോൺസ് ഇൻഫ്രാസ്ട്രക്ചർ ജൂലൈ മാസത്തിൽ ഏകദേശം 900 കോടി രൂപയുടെ 2 പദ്ധതികൾ കമ്പനി സ്വന്തമാക്കിയെന്നതായിട്ട് കമ്പനി അറിയിച്ചു. ഭാരത് ഇലക്ട്രോണിക്സ് ജൂലൈ 13 മുതൽ 847 കോടി രൂപയിലധികം ഓർഡറുകൾ കമ്പനിക്ക് ലഭിച്ചു. NCC ജൂലൈ മാസം 1052.71 കോടി രൂപയുടെ 3 കരാറുകൾ കമ്പനിക്ക് ലഭിച്ചു. ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.